ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓഡിറ്ററി ആയിട്ടുള്ള വ്യക്തികളെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്, എങ്ങനെ സ്നേഹിച്ചാലാണ് അവർക്ക് സ്നേഹം ഫീൽ ചെയ്യുക എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ലാസ്റ്റ് 2 വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരിക, അപ്പോഴാണ് ഡീപ്പായിട്ട് മനസ്സിലാവുക. ഓക്കെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഓഡിറ്ററി ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ഫോണിൽ മസ്റ്റായിട്ടും സംസാരിച്ചിരിക്കണം. കാരണം ഒരു ദിവസത്തിൽ കുറച്ച് ടൈമെങ്കിലും അവരോട് ഫോണിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല ആ ഒരു റിലേഷൻഷിപ്പിൽ. കാരണം അവർ കേൾക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഫോണിൽ സംസാരിക്കുക, അകന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ നേരിട്ട് സംസാരിച്ചാലും മതി. ഓക്കെ, അപ്പോൾ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അവർ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾ ടോപ്പിക്കുകൾ ഉണ്ടാക്കി സംസാരിക്കുക, അതിന് ഇനീഷ്യേഷൻ എടുക്കണം എന്നുള്ളത് കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മ്യൂസിക്കിനോട്, പാട്ടിനോടൊക്കെ വളരെ താല്പര്യമായിരിക്കും. അപ്പോൾ അത്തരം അറ്റ്മോസ്ഫിയറുകൾ നിങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഓഡിറ്ററി ആയിട്ടുള്ള ആളുകൾ അവർ സൗണ്ടിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഹോം തിയേറ്റർ വീട്ടിൽ സെറ്റ് ചെയ്യുന്നതൊക്കെ വളരെയധികം നല്ലതാണ്. അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. ടി വിയിലോട്ട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഹോം തിയേറ്റർ പോലെയുള്ള സ്പീക്കേഴ്സൊക്കെ അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഗിഫ്റ്റ് ചെയ്യുന്നതൊക്കെ വളരെയധികം ഓഡിറ്ററി ആയിട്ടുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഓഡിറ്ററി ആയതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരം ഭയങ്കരമായിട്ട് അവരോട് ശ്രദ്ധിക്കണം. നമ്മുടെ സംസാരം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് എസ്പെഷ്യലി നമ്മുടെ ടോണ്. അവരോട് സംസാരിക്കുമ്പോൾ ഒരു മയത്തിൽ സംസാരിച്ചിട്ടില്ലെങ്കിൽ പിണക്കവും അടിയും ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങളുടെ വോയിസ് റൈസ് ആവുമ്പോൾ വളരെയധികം കെയർഫുൾ ആവണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അവരോട് സംസാരിക്കേണ്ട രീതിയിൽ മയത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ നന്നായിട്ട് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരെപ്പോഴും അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ചെറിയ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അത് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും ഡ്രീംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹനവുമായി ബന്ധപ്പെട്ടുള്ള വേർഡ്സുകളൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ അവർക്ക് എന്തെങ്കിലും സ്പെഷ്യൽ സ്കിൽസുകളുണ്ട്, ഉദാഹരണത്തിന് നന്നായിട്ട് പാട്ട് പാടും അല്ലെങ്കിൽ നന്നായിട്ട് വരക്കും, ഇങ്ങനത്തെ കഴിവുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കഴിവുകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനെ നന്നായിട്ട് കോംപ്ലിമെൻ്റ് ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. നല്ല കോംപ്ലിമെൻറ്റ്സ് അവർക്ക് കൊടുക്കുക. അതിലൂടെ അവർക്ക് ഫീൽ ചെയ്യും അവരെ നിങ്ങൾ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഇഷ്ടമാണ് എന്നുള്ളതൊക്കെ ഓപ്പണായിട്ട് തന്നെ പറയുക. അവരോട് എനിക്കിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നൊക്കെ പറയുന്നതൊക്കെ അവർക്ക് ആ കേൾവിയിലൂടെ അവർ ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കും എന്നുള്ളതാണ്. അവർക്കത് സ്നേഹം ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഓഡിറ്ററി ആയിട്ടുള്ള ആളുകളാണ് ഇത് കൂടുതലായിട്ടും എൻജോയ് ചെയ്യുക. പിന്നെ പ്രത്യേകം പറയാനുള്ളൊരു കാര്യം, കൂടുതലായിട്ട് അവരോട് സംസാരിക്കുക, സംസാരത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓഡിറ്ററി ആയിട്ടുള്ള ആളുകളെ ഈ രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൂടുതൽ നിങ്ങളെ ഇഷ്ടപ്പെടും, നിങ്ങളുടെ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അടുത്ത ടൈപ്പ് ഓഫ് പേഴ്സണെ കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ പറയാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.